നമസ്കാരം, ജ്യോതിർഗമയ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ മട്ടർ മസാലയാണ്. മട്ടർ പനീർ മസാല കറി എന്നും പറയാറുണ്ട്. അപ്പോൾ കാണാം ഹൗ ടു മേക്ക് പനീർ മട്ടർ മസാല ഇൻ അവർ ഹോം വെരി ഈസിലി. ഈ പനീർ മട്ടർ മസാല ഉണ്ടാക്കുവാനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം പനീർ ചെറിയ ക്യൂബുകളായി മുറിച്ചത്, സവോള 2 എണ്ണം, മട്ടർ അഥവാ ഗ്രീൻ പീസ് 250 ഗ്രാം, തക്കാളി 4 എണ്ണം, മല്ലിയില, കാഷ്യൂ നട്ട് 12 എണ്ണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അരിഞ്ഞത്, വെളുത്തുള്ളി 6 അല്ലി ചെറുതായി അരിഞ്ഞത്. ഇത് കൂടാതെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങളുടെ പേരും അളവും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഗ്രീൻ പീസ് അഥവാ മട്ടർ വേവിച്ചെടുക്കണം. അതിനായി ഈ ഗ്രീൻ പീസ് ഒരു കുക്കറിലിട്ട് അത് മുങ്ങാൻ പാകത്തിന് വെള്ളമൊഴിച്ച് ഒരു വിസിൽ അടിക്കുന്നത് വരെ അടുപ്പത്ത് വെച്ച് വേവിക്കുക. അതിനുശേഷം വാങ്ങി വയ്ക്കുക. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നിറം മാറി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് ഇളക്കുക. സവാള നിറം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ഇട്ട് നല്ലവണ്ണം ഇളക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. തക്കാളി നന്നായി അലിഞ്ഞു വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് കൂടി ചേർക്കുക. അണ്ടിപ്പരിപ്പിൻ്റെ ആ പച്ചമണം പോയി കഴിഞ്ഞാൽ അടുപ്പ് ഓഫ് ചെയ്യുക. ഇത് തണുക്കാൻ വയ്ക്കുക. തണുത്ത് കഴിഞ്ഞാൽ ഇത് മിക്സിയിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കുക. ആ ചീനച്ചട്ടി തന്നെ അടുപ്പത്ത് വെച്ച് ബാക്കിയുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പോൾ തയ്യാറാക്കിയ അരപ്പ് അതിലേക്ക് ചേർക്കുക. ഒരു മീഡിയം ഫ്ലെയിം വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് ചീനച്ചട്ടിയിൽ നിന്നും വിട്ടുപോരാൻ തുടങ്ങും. കുറച്ചുകൂടി ഇളക്കിക്കൊണ്ടിരുന്നാൽ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് വരാൻ തുടങ്ങും. ആ സമയത്ത് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് ഇളക്കുക. മുളക് പൊടി നല്ലവണ്ണം മിക്സ് ആയാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് ഇളക്കുക. ഇപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ലവണ്ണം ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, ജീരകപ്പൊടി എന്നിവയിട്ട് ഇളക്കുക. കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് ചട്ടിയിൽ നിന്നും വിട്ടുപോരുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ വിട്ടുപോകുന്ന അവസ്ഥ വരുമ്പോൾ അതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. നേരത്തെ വേവിച്ച് വച്ച മട്ടർ ഇപ്പോൾ ചൂടാറിക്കാണും. അതുകൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. എന്നിട്ട് പനീർ ക്യൂബുകൾ കൂടി ഇതിലേക്ക് ചേർക്കുക. കുറച്ചു നേരം ക്യൂബുകൾ ഉടയാതെ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലവണ്ണം തിള വന്നിട്ടുണ്ട്. കറി ഒന്ന് കുറുക്കി കിട്ടുവാനായി 2-3 മിനിറ്റ് അടുപ്പത്ത് വെച്ച് ഇളക്കുക. ഇനി ഇതിലേക്ക് ഗരം മസാല ഇട്ട് ഇളക്കി കൊടുക്കുക.
ഇനി കസൂരി മേത്തി ഇടുക, ഇളക്കുക. ഉലുവയില ഉണങ്ങിയതിനാണ് കസൂരി മേത്തി എന്ന് പറയുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ മട്ടർ മസാല റെഡിയാവാറായി. അവസാനത്തെ ഇൻഗ്രീഡിയൻ്റായ മല്ലിയില കൂടി ചേർത്ത് അടുപ്പ് ഓഫ് ചെയ്യുക. 6 പേർക്ക് കഴിക്കാനുള്ള മട്ടർ പനീർ മസാല കറിയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു വളരെ ഈസിയായി ടേസ്റ്റോടുകൂടി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ പനീർ മട്ടർ മസാല കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന്. ഹൗ ടു മേക്ക് പനീർ മട്ടർ മസാല എന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുക, മറ്റുള്ളവർക്ക് കാണുന്നതിനായി ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.